ഹായ് നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി? നമ്മൾ ചെറിയൊരു പരിപാടിക്ക് പോകാം കേട്ടോ. അപ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് കരുതി. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നെടുങ്കണ്ടം വരെയാണ് കേട്ടോ. നെടുങ്കണ്ടം വരെ പോകുന്നതിനകത്തൊരു വമ്പൻ ഉദ്ദേശമുണ്ട്. നമ്മുടെ നെടുങ്കണ്ടത്ത് ഒരു അസീസി അഗതി മന്ദിരമുണ്ട്. പ്രായമായവരും അതുപോലെ മെൻ്റലി കുറച്ച് ഡിപ്രഷൻ അനുഭവിക്കുന്നവരുമായ കുറച്ച് ആൾക്കാർ താമസിക്കുന്നൊരു വീട്ടിൽ ഒരു അസീസി എന്ന് പറഞ്ഞിട്ടൊരു ഹോം ഭവനമാണ്. അവിടേക്ക് നമ്മളിന്ന് കുറച്ച് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഉച്ച സമയത്തേക്ക്. അപ്പം അതിനകത്ത് മെയിനായിട്ട് നിന്നേക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ്. അപ്പം ചേട്ടായിയുടെ വലിയ മനസ്സിന് ഒരുപാട് നന്ദി. നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ മനസ്സുണ്ട്, നമ്മുടെ സാമ്പത്തികമായിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരെയും പരാതി. നമ്മൾക്കുണ്ടാവുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് മാറ്റിവെക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇല്ലായ്മയും മാറും, നമ്മൾ ചെയ്തു നമ്മുടെ മനസ്സിൽ തൃപ്തിയാവും. അതുപോലെ ഒത്തിരി പൈസ ഉണ്ടായിട്ടല്ല എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഇത് നമ്മൾ പോകുന്ന അസീസി സ്നേഹാശ്രമത്തിലേക്കാണ്. അപ്പോൾ നമ്മളിവിടെ അറിയപ്പെടുന്നത് ആകാശപ്പറവ എന്ന രീതിയിലാണ് ആ സ്ഥാപനത്തെ നമ്മളിവിടെ ലോക്കലി അറിയപ്പെടുന്നത്. അസീസി എന്നാണ് അവരുടെ ഒഫീഷ്യൽ നെയിം. അപ്പോൾ അവിടെയുള്ളത് മാനസിക അസ്വസ്ഥത നേരിടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് സങ്കടം വരും അവിടെ ചെന്ന് കണ്ടാലാണ് ഒന്നുമില്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. നമുക്കൊരു ചെറിയ കൈ മുറിഞ്ഞാൽ ഒരു പനി വന്നാൽ ഒക്കെ നമ്മൾ പറയും നമുക്ക് കഷ്ടകാലമാണ്. അതൊന്നും അല്ലെന്നേ കഷ്ടകാലം. നമുക്ക് ചെന്ന് നോക്കണം. മക്കളുണ്ടായിട്ടും ഉപേക്ഷിച്ചിട്ടവർ, അതുപോലെ തന്നെ മക്കളുണ്ടായിട്ട് പോലും ഒരു നോക്ക് കാണാൻ ചെല്ലാത്ത അമ്മമാരുണ്ട്. നമ്മൾ ചെറിയൊരു കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ചേട്ടൻ്റെ കൂടെ ഇരിക്കുന്ന ആളെ നമുക്ക് എല്ലാവർക്കും പ്രശസ്തമാരാണ്. ടുട്ടുമോനാണ് നമുക്ക് എന്ത് ഫുഡ് അറേഞ്ച് ചെയ്തത്. ടുട്ടുമോന് ബിരിയാണി കച്ചവടമുള്ളവരെയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ടുട്ടുവിൻ്റെ ഇന്നത്തെ ബിരിയാണി നമുക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്നു, എല്ലാവരെയും കണ്ടു. എല്ലാവർക്കും നമ്മളോട് എന്ത് സ്നേഹമാണെന്നറിയാമോ? നല്ല സിസ്റ്റർമാരൊക്കെ നമ്മളോട് ഭയങ്കര സഹകരണമായിരുന്നു. അതുപോലെ നമ്മളോട് എന്ത് സ്നേഹമായിരുന്നു അറിയാമോ? നമ്മുടെ കൂട്ടത്തിൽ വന്ന നമ്മുടെ വിൻചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മക്കളാണ് കേക്ക് മുറിച്ചത്. നമ്മളെല്ലാവർക്കും കേക്ക് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തത് ബിരിയാണി ആയിരുന്നു കേട്ടോ, നമ്മുടെ ടുട്ടു സ്പെഷ്യൽ ബിരിയാണി. അപ്പോൾ അങ്ങനെ ടുട്ടുമോൻ്റെ അമ്മയൊക്കെ നമ്മുടെ കൂടെ വന്നു. അതുപോലെ വിൻചേട്ടയുടെ കൂട്ടുകാരും ഞങ്ങളൊരു 10-15 പേരുണ്ടായിരുന്നു. എല്ലാവരുടെ കൂടിയാണ് പോയത്. എന്നിട്ട് ലാസ്റ്റ് അവർക്കെല്ലാം ഫുഡ് കൊടുത്ത ശേഷം നമ്മൾ പോയവരെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അവിടെ ഇരുന്ന് ഈ കൊണ്ടുവന്ന ഫുഡിൻ്റെ ഒരു അംശം കഴിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നവരെല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് ഉണ്ടായിരുന്നു. നമ്മൾ ഏറെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ ഫുഡ് ടുട്ടുമോൻ ഉണ്ടാക്കിയും തന്നു. അപ്പോൾ ടുട്ടുവിന് വലിയ താങ്ക്സ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും എല്ലാ ഐറ്റംസും, ബിരിയാണിക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നേരം അവർക്ക് ആഹാരമില്ലാഴിയില്ല. അവർക്ക് നമ്മളല്ലെങ്കിൽ മറ്റൊരാളത് ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യാൻ കാണിച്ചാൽ വലിയ മനസ്സില്ലേ. അതുപോലെ നമ്മൾ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിട്ടൊന്നും അല്ല ചെയ്യണേ. നമ്മളാൽ കഴിയുന്ന എത്രയോ പൈസ അനാവശ്യമായിട്ട് കളയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒന്ന് വീണ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്രയോ പൈസ പോകുന്നു. അപ്പോൾ ഞാൻ ടുട്ടുവിനെ കഴിക്കാൻ വിളിച്ചു. ടുട്ടു കഴിച്ചിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ടുട്ടുമോൻ്റെ വീട്ടിൽ കയറി. അപ്പോൾ അങ്ങനെ ടുട്ടുമോനെ ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോട്ടോസൊക്കെ കണ്ടു. നമ്മുടെ സുരേഷേൻ്റെ ഫോട്ടോ സ്ക്രൂവിൽ ചെയ്തതൊക്കെ എല്ലാവർക്കും അറിയാം. ടുട്ടുമോനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ സ്വന്തം നാട്ടുകാരനായി ടുട്ടുവിൻ്റെ വീട്ടിലേക്ക് കയറി. അതുപോലെ തന്നെ നമ്മുടെ ബോച്ചയുടെ ചിത്രമൊക്കെ കണ്ടു. അതുപോലെ നമ്മുടെ യൂസഫ് അലി സാറിൻ്റെ ഫോട്ടോസ് കണ്ടു. എന്തായാലും അറിയപ്പെടേണ്ട, അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ലെവലിൽ എത്തേണ്ട ഒരാൾ തന്നെയാണ് നമ്മുടെ ടുട്ടുമോൻ. അപ്പോൾ അതെനിക്ക് തോന്നി. ആളുടെ കഴിവ് അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ.